ഹായ് ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഐഷൻ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു. കൂടെ കൂട്ടി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് പറയുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ ഒരു പ്ലേറ്റിൽ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾ കുറുമ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ വച്ചിരിക്കുന്ന ഈ പച്ചക്കറികളാണ് ഞാനിന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. തക്കാളി, ഉള്ളി, ക്യാരറ്റ്, പൊട്ടറ്റോ, പിന്നെ ബീൻസ് ഉണ്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഈ പച്ചക്കറികളൊക്കെ നന്നായി കഴുകിയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വെജിറ്റബിൾ കുറുമ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടൊരു പാതി തേങ്ങ കൂടി ആവശ്യമുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് കുറുമ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കുക്കറ് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പെരുംജീരകമാണ് കേട്ടോ. പെരുംജീരകം ഒന്ന് എണ്ണയിൽ നന്നായിട്ടൊരു പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്യേണ്ടത് അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളിയാണ്. ഉള്ളിയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എണ്ണയിൽ നന്നായിട്ട് വഴറ്റി വരണം. അപ്പോൾ അത് നമ്മൾ തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയ സ്ലിമ്മിൽ വെച്ചാൽ മതി കേട്ടോ. തീ അധികം ഓവറായിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ ഉള്ളിയൊക്കെ കുക്കറിന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറു തീയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ കുറച്ച് സമയം ഒന്ന് ചൂടായതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആവശ്യാനുസരണം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് തക്കാളിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ കുറച്ച് കുറുമയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ 1 തക്കാളി എടുത്താൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ 2 തക്കാളി എടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടെ എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് തക്കാളി ഒന്ന് വെന്ത് വരണമല്ലോ. വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ക്യാരറ്റ്, ബീൻസ് ഇതൊക്കെ ആഡ് ചെയ്യുക. പിന്നെ പൊട്ടറ്റോ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ തക്കാളി ഉള്ളിയും മിക്സ് ചെയ്തെടുത്തതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മൾ ഏകദേശം അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും നമ്മൾ ഈ ഒരു കുക്കറിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് ബീൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്. അപ്പോൾ എല്ലാം കൂടെ ആ ഒരു കോക്കനട്ട് ഓയിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പച്ചക്കറിയുടെ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ, അതൊന്ന് ചെറുതായിട്ട് പോകും വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫ്ലെയിം നിങ്ങൾ കൂട്ടി വെക്കേണ്ട, ചെറിയൊരു തീയിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. പിന്നെ നന്നായിട്ട് ഒന്ന് നമ്മൾ എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക. എല്ലാ പച്ചക്കറികളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഒന്ന് വിട്ടുപോയി. ഇതിൽ ഞാൻ വീഡിയോ ഇപ്പോൾ നോക്കുമ്പോഴാണ് മനസ്സിലായത് ഉപ്പ് ചേർക്കുന്നത് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയി കേട്ടോ. വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഉള്ളി വഴറ്റുന്ന സമയത്ത് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് ഉള്ളി വഴറ്റിയെടുത്തിട്ടുള്ളത്. എപ്പോഴായാലും നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതത് വാടിക്കിട്ടും കേട്ടോ. അപ്പം അതുപോലെ നിങ്ങളും കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ടിപ്സൊക്കെ നിങ്ങളും ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല പൊടിയാണ് കേട്ടോ. ഗരം മസാല പൊടി വാങ്ങിച്ചൊന്നുമല്ല, ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അപ്പം അതും കൂടെ ആവശ്യാനുസരണം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ഉപ്പ് ഞാൻ ചേർത്തു എന്ന് പറഞ്ഞല്ലോ, അത് കാരണം ഞാൻ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളായാലും ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾ ഫസ്റ്റ് ഇട്ടിരിക്കുന്ന ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ പിന്നെ നിങ്ങൾ ഉപ്പ് ചേർക്കേണ്ടതില്ല. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുക്കറിൽ സെറ്റാക്കിയിട്ടുണ്ട്. ചെറിയൊരു സ്ലിം
ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്ത അരപ്പിനുള്ള മിശ്രിതം നമുക്ക് തയ്യാറാക്കാം. തേങ്ങ ചിരവി എടുത്തതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഞാൻ ഫസ്റ്റ് അരിഞ്ഞു വെച്ച ഒരു പ്ലേറ്റ് കാണിച്ചായിരുന്നല്ലോ, അതിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിച്ച് കാണും ഇതെന്തേ അത് രണ്ടും ഈ കുക്കറിലൊന്നും ഇട്ടില്ലല്ലോ, എവിടെ പോയിന്ന്. എവിടെയും പോയിട്ടില്ല, ഇതിലേക്ക് അരപ്പിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു അരപ്പ് നമ്മൾ ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ല കട്ടി പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഒന്ന് കുറച്ച് ലൂസാക്കി കൊടുക്കുക കേട്ടോ. ലൂസാക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിനാണോ, പിന്നെ എന്തെങ്കിലും മസാലപ്പൊടികൾ ചേർക്കണോ ഒക്കെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കെല്ലാം കറക്റ്റായിരുന്നു. ഞാൻ പിന്നെ ഇച്ചിരി വെള്ളമാണ് കുറച്ച് ചേർത്ത് കൊടുത്തത്. നമ്മൾ വെള്ളം ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര അത് ഡ്രൈ ആയി പോകും കേട്ടോ കുറുമ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരിയും കൂടെ വെള്ളം ചേർത്തത്. വെള്ളം ചേർത്തിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ കുക്കറിലിട്ടിട്ട് ഒന്ന് വയ്ക്കുക. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പം എൻ്റെ വിസിൽ വരാൻ പോവുകയാണ്. ഞാൻ കറക്റ്റ് 2 വിസിൽ വന്നപ്പോൾ നമ്മുടെ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു തണുത്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി ഒന്ന് തുറന്നെടുക്കാം. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ നമ്മുടെ വെജിറ്റബിൾ കുറുമ നല്ല സെറ്റായിട്ടുണ്ടോ എന്ന്. അപ്പോൾ അതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് കുക്കിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അതിന് കമൻറ്റ്സ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വിസിലൊക്കെ അടിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കുറുമയുടെ സ്വാദ് നല്ല ഒരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ചപ്പാത്തി കഴിക്കണം. ചപ്പാത്തിയും സൈഡ് കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് ഞാനൊരു ഇച്ചിരി ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറുമ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരടപ്പ് വെച്ചിട്ട് അടച്ച് വയ്ക്കാം കേട്ടോ. ഒരു 5 മിനിറ്റിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മതി. ഓപ്പൺ ചെയ്തിട്ട് സെറ്റായിട്ടുണ്ട് നമ്മുടെ കുറുമ. ബൗളിലേക്ക് മാറ്റിയതാണ്. എന്തായാലും ഈ ഒരു കുറുമ നമുക്ക് ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ ഇടിയപ്പത്തിനും ഒക്കെ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റാണ്. ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ പിന്നെ ഇത് വിടത്തില്ല. അപ്പോൾ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഓൾ. താങ്ക് യു.